ഹലോ നമസ്കാരം, ഞാൻ ബിന്ദു വിപിൻ. ബിന്ദു സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മത്തി കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതും വളരെ രുചികരവുമായ ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഒരിക്കൽ ഉണ്ടാക്കി കഴിച്ചാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നുന്ന നല്ല സ്പൈസിയായ കുക്കർ മത്തി. അപ്പോൾ നമുക്ക് കുക്കർ മത്തി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം വേണ്ടത് ഇതിന് വേണ്ട മത്തിയൊക്കെ നന്നായി ക്ലീനാക്കി റെഡിയാക്കി എടുക്കണം. പിന്നീട് ഇതിനൊരു മസാല തയ്യാറാക്കണം. അതിനുവേണ്ടി കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, പച്ചമുളക്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ നിറച്ച് മുളക് പൊടി അവനവൻ്റെ എരിവിന് ആവശ്യമുള്ളത്ര എടുക്കുക. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ചെടുക്കുക. മസാല നന്നായിട്ട് അരച്ചെടുത്തു. ഇനി ഈ അരച്ചെടുത്ത മസാല നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന മീനിലേക്ക് ഇട്ട് കൊടുക്കുക. മീനിലേക്ക് മസാല ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിരുമ്മി വയ്ക്കണം. കൈ കൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മിയെടുക്കണം കേട്ടോ. സ്പൂൺ കൊണ്ടൊന്നും ചെയ്യരുത്. സ്പൂൺ കൊണ്ടൊക്കെ മസാല തിരുമ്മി കഴിഞ്ഞാൽ അത് മീനിൽ ശരിക്കും മസാല പിടിക്കില്ല. ഇത് നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്മി വെച്ചിട്ട് അരമണിക്കൂർ നമ്മൾ ഈ മീൻ മാറ്റി വയ്ക്കണം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഒന്ന് ഷെയർ ചെയ്യണേ. ഇതുപോലുള്ള റെസിപ്പീസിന് വേണ്ടി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുതേ. മത്തി മസാല തിരുമ്മി മാറ്റി വെച്ചതിന് ശേഷം ഒരു സവാള എടുത്ത് അത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കുക. ശേഷം ഒരു കുക്കർ അടുപ്പത്ത് വയ്ക്കാം. കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിന് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം കേട്ടോ. വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോഴാണ് സ്വാദ് കിട്ടുക. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് നുറുക്കി വെച്ച സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള ചെറിയൊരു ബ്രൗൺ കളറിലേക്ക് മാറുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം ഈ സവാളയുടെ മുകളിലായിട്ട് നമ്മൾ മസാല തിരുമ്മി വെച്ച മത്തി ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇത് സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ വെച്ച് കൊടുക്കാം. മസാല തേച്ച് വെച്ച എല്ലാ മത്തിയും കുക്കറിൽ ഇങ്ങനെ നിരത്തി വെച്ചതിന് ശേഷം അതിന് മുകളിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. പുളി നേരത്തെ കുതിർത്തിയിടാൻ മറന്നു പോകരുത് കേട്ടോ. പുളിവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് മീഡിയം ഫ്ലെയിമിൽ ഒറ്റ വിസിൽ. ഒരു വിസിലിന് ശേഷം എയറൊക്കെ പോയി കഴിയുമ്പോൾ കുക്കർ തുറക്കാം. ഒരു വിസിലിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തു. എയർ മുഴുവൻ പോയതിന് ശേഷം കുക്കർ തുറന്നു. ഇനി ഈ മത്തിയെല്ലാം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ടിട്ട് വീണ്ടും ഒന്ന് എയറിട്ട് കുക്കർ അടച്ച് വെക്കാം കേട്ടോ. സ്റ്റൗ കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ എയറിൽ തന്നെ ഒരു 5 മിനിറ്റ് ഒന്ന് വെറുതെ വെച്ചിരുന്നാൽ മതി. ആ കുക്കറിലെ ചൂട് കൊണ്ട് മത്തി ഒന്നും കൂടി ഒന്ന് ഫ്രൈ ആയി കിട്ടും. സ്റ്റൗ കത്തിക്കാതെ എയറിട്ട് വെച്ച കുക്കർ ഞാനൊരു 15 മിനിറ്റിന് ശേഷമാണ് തുറന്നു നോക്കിയത്. അപ്പോൾ ദാ കുക്കർ മത്തി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന കുക്കർ മത്തി റെഡി ആയിട്ടുണ്ട്. മത്തി വാങ്ങുമ്പോൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കണം കേട്ടോ. സാധാരണ നമ്മൾ കൂട്ടാൻ വെക്കുന്നതിൽ നിന്നും ഫ്രൈ ചെയ്യുന്നതിൽ നിന്നും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രുചിയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. പുളിയും മുളകും ഒക്കെ നല്ലോണം ഉള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ കുക്കർ മത്തി. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. നമസ്കാരം.